ഓക്കെ, നിങ്ങളൊന്ന് അസ്യൂം ചെയ്തേ, നിങ്ങൾ ജിമ്മിൽ പോയി നമുക്ക് ഹെവി ആയിട്ട് വർക്കൗട്ട് ചെയ്തു. ഡെഡ് ലിഫ്റ്റ് ആണെങ്കിലും സ്ക്വാട്ട് ആണെങ്കിലും ബെഞ്ച് പ്രസ് ആണെങ്കിലും എന്താണെങ്കിലും ഐസൊലേഷൻ വർക്കൗട്ട്സ് ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ നല്ല ഹാർഡായിട്ട് വർക്കൗട്ട് ചെയ്തു. നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യൽ, നിങ്ങളുടെ ഫുൾ പവർ ഉപയോഗിച്ച് ഫുൾ സ്ട്രെങ്തിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്തു. ഇപ്പം നിങ്ങൾ എന്താണെങ്കിലും ഒരു 5 സെറ്റെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും ഒരു വർക്കൗട്ട്. അങ്ങനെ നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യും. പെട്ടെന്ന് നിങ്ങൾ വീട്ടിലൊക്കെ വന്ന് നിങ്ങൾ പ്രോട്ടീനൊക്കെ കഴിക്കാൻ വേണ്ടി റെഡിയായി, പ്രോട്ടീനൊക്കെ കഴിച്ചു എന്ന് തന്നെ അസ്യൂം ചെയ്തു. അപ്പോഴേക്കും നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഇല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നെയ്ബർ ആരെങ്കിലും നിങ്ങളെ വിളിച്ച്, അവൻ കുറേ നാൾക്ക് ശേഷം കാനഡ, UK, XYZ എവിടുന്നെങ്കിലും വരുവാണ്. അപ്പം അവൻ വന്ന്, എടാ എൻ്റെ ഒരു കുപ്പിയുണ്ട്, നമുക്ക് വെള്ളം അടിച്ചാലോ. അപ്പം കുറേ നാൾക്ക് ശേഷമല്ലേ എൻ്റെ സുഹൃത്ത് വരുന്നത്. അപ്പം അത് കാരണം ഞാൻ അവൻ്റെ കൂടെ ഇരുന്നാലോ. അപ്പം അതുകൊണ്ട് ഞാൻ ഇന്ന് വൈകിട്ട് കുറേ നാൾക്ക് ശേഷം ഞാൻ വെള്ളം അടിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അവൻ്റെ കൂടെ പോയി വെള്ളം അടിക്കുവാണ്. ഇപ്പം അത് കാരണം കുറേ നാൾക്ക് ശേഷം നമ്മൾ നമ്മുടെ സുഹൃത്തിനെ കാണാൻ വേണ്ടി ഇല്ലെങ്കിൽ അവനുമായിട്ട് വെള്ളം അടിക്കാൻ പോവാന്ന് കഴിക്കോ, കാണുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷെ അവനുമായിട്ട് നമ്മൾ വെള്ളം അടിക്കുന്നതാണ് ഏറ്റവും പ്രശ്നം. വർക്കൗട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മസിൽസിന്റെ അവസ്ഥ എന്തുവാ? അവന് നിങ്ങൾ കുറെ നേരം അടുപ്പിച്ച് ഓടുന്നു, ഈവനിങ് ആണെങ്കിൽ നിങ്ങൾ കുറെ നേരം അടുപ്പിച്ച് ഓടുന്നു, എന്നിട്ട് നിങ്ങൾ ആ ദിവസം മൊത്തം നിങ്ങൾ വെള്ളം കുടിച്ചില്ലെങ്കിലുള്ള അവസ്ഥ എന്തുവാ? അപ്പൊ നിങ്ങളുടെ ബോഡി ആഗ്രഹിക്കുവാണ് വെള്ളത്തിന് വേണ്ടി, അതുപോലെ നിങ്ങളുടെ മസിൽസ് ആഗ്രഹിക്കുവാണ് റിപ്പയറിന് വേണ്ടിയിട്ട്. നിങ്ങളുടെ മസിൽസ് എല്ലാം ഡാമേജ് ആയിട്ടിരിക്കുവാണ് ഈ ഡെഡ് ലിഫ്റ്റും സ്ക്വാട്ടും നമ്മുടെ എല്ലാ വർക്കൗട്ടും ചെയ്ത് കഴിഞ്ഞ്. അപ്പം ഇവന് റിക്കവറി വേണം. അപ്പം ഇത് റിപ്പയറും കൂടി ആവണം. ആ റിപ്പയർ ആവാൻ വേണ്ടി പ്രോട്ടീൻ സിന്തസിസ് നടക്കണം. പ്രോട്ടീൻ സിന്തസിസ് നടക്കണമെങ്കിൽ നമ്മുടെ ബോഡി പ്രോട്ടീൻ ചെല്ലണം. പക്ഷേ ഈ പ്രോട്ടീൻ ചെന്നാൽ തന്നെ നമ്മുടെ ആൽക്കഹോൾ ഉണ്ടെങ്കിൽ ഈ പ്രോട്ടീൻ സിന്തസിസിനെ ഈ ആൽക്കഹോൾ ബ്ലോക്ക് ചെയ്യും. ആ ഒരു ബ്ലോക്ക് ചെയ്യുന്ന തന്നെ നിങ്ങൾ അന്നത്തെ ദിവസം ചെയ്ത എത്ര ഹാർഡ് വർക്കൗട്ട് ആണെങ്കിലും അതെല്ലാം വേസ്റ്റായി, അതെല്ലാം വെള്ളത്തിൽ പോയി, അതെല്ലാം വേസ്റ്റായി. നമ്മുടെ മസിൽ ഭയങ്കര വീക്കായിട്ടും ഗ്രോ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാവും. എന്ന് വെച്ചാൽ റിക്കവറിയും ആവത്തില്ല. ഞാൻ ഈ പറഞ്ഞാണ് ഏറ്റവും മെയിൻ കാര്യം. പിന്നെ അതുമാത്രമല്ല, ഡീഹൈഡ്രേഷൻ. ഇപ്പൊ കുറെ ആൾക്ക് ശേഷം അവൻ വരുവാണെങ്കിൽ അവനുമായിട്ട് പോയി അടിക്കുന്നത് 1-2 പെഗ്ഗല്ല, കുറെ അടിക്കും. വേണേ കുപ്പിയുടെ പകുതി അങ്ങ് തീർക്കും. അപ്പൊ അങ്ങനെ അടിക്കുമ്പം ഡീഹൈഡ്രേഷൻ ഉണ്ടാവും. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ കൂടുതൽ വെള്ളമൊക്കെ കുടിക്കുമെന്ന്. പക്ഷെ ഈ എത്ര കൂടുതൽ വെള്ളം കുടിച്ചാലും അതൊക്കെ ഈ ആൽക്കഹോളുമായിട്ട് ഇതായിട്ടേ പോകത്തുള്ളൂ. ആൽക്കഹോളിനെ സപ്പോർട്ട് ചെയ്തേ പോകത്തുള്ളൂ. ഒരിക്കലും നമ്മുടെ മസിലിനെ സപ്പോർട്ട് ചെയ്യത്തില്ല അത്. അപ്പം കൂടുതൽ വെള്ളം കുടിക്കത്തുമില്ല ഒന്നാമത്തെ കാര്യം. 90% വെള്ളം കുടിക്കത്തില്ല. അപ്പൊ ഡീഹൈഡ്രേഷനും കൂടി ആകുമ്പം വീണ്ടും മസിൽസിന് പണി കിട്ടും. വീണ്ടും അത് നെഗറ്റീവായിട്ട് ബാധിച്ചു തുടങ്ങും. ഈ വർക്കൗട്ട് ചെയ്തത് കാരണവും പിന്നെ മസിൽസിന് വേണ്ട ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ മസിൽസിന് വേണ്ട ലിക്വിഡ് കിട്ടാത്തതുകൊണ്ടും അത് നെഗറ്റീവായിട്ടും ബാധിക്കും. അതുകൊണ്ട് നമ്മുടെ മസിൽസ് ക്രാമ്പ് ആകും. റിക്കവറി എന്ന് പറയുന്ന വേർഡ് തന്നെ മസിൽസിന് ഒരു നൈറ്റ്മെയർ ആയിട്ട് മാറും. പിന്നെ ഈ വെള്ളം അടിക്കുന്നതുകൊണ്ട് നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ വരും. നമ്മുടെ സിസ്റ്റത്തിലൊക്കെ ഭയങ്കര ഇൻഫ്ലമേഷൻ ആയിരിക്കും. അത് കാരണം നമ്മുടെ ബോഡിയിൽ പ്രോഗ്രസ് ഉണ്ടാവത്തില്ല, പ്രത്യേകിച്ച് മസിൽസിന് പ്രോഗ്രസ് ഉണ്ടാവത്തില്ല. അത് സ്വാളനായിട്ട് ആ ഒരു ഇഞ്ചറി തന്നെ ഇരിക്കുകയും ചെയ്യും. അതുകൊണ്ട് മസിൽസ് ഭയങ്കര സ്റ്റിഫും ടൈറ്റും ആയിരിക്കും. പിന്നെ ഇതൊക്കെ കാരണം നമ്മുടെ ബോഡിയിൽ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് പെട്ടെന്ന് ഡ്രോപ്പ് ആവും ഈ ആൽക്കഹോൾ ചെല്ലുമ്പോൾ. അതുമാത്രമല്ല, കോർട്ടിസോൾ ഹോർമോൺ ഇല്ലെങ്കിൽ സ്ട്രെസ് ഹോർമോൺ അത് നന്നായിട്ട് കൂടുകയും ചെയ്യും. ഇതിൻ്റെ അർത്ഥം എന്തുവാ? ടെസ്റ്റോസ്റ്ററോൺ കുറയുന്നു, കോർട്ടിസോൾ കൂടുന്നു. അതിൻ്റെ അർത്ഥം ഫാറ്റ് കയറുന്നതാണ്. മസിൽസ് മാറി ഫാറ്റ് ആവുന്നതാണ്. മസിൽസ് മാറി ഫാറ്റ് ആവുന്നല്ല, മസിൽസിൻ്റെ റിക്കവറി നടക്കത്തില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ ഫാറ്റ് കൂടാനുള്ള ചാൻസും കൂടുതലായിരിക്കും. പിന്നെ വെള്ളമടിക്കുന്ന 75% ആളുകൾക്കും വേണ്ട ഉറക്കം കിട്ടത്തില്ല. അടിച്ച് പൂസായി കിടന്ന് ഉറങ്ങുന്നതല്ല, അടിച്ച് പൂസായി കിടന്ന് ഉറങ്ങിയ പിറ്റേ ദിവസം എഴുന്നേൽക്കുന്നത് ഒരു ഹാങ് ഓവറിലായിരിക്കും. ആ ഹാങ് ഓവർ മാറി എല്ലാം ഒന്ന് റെഡി ആയിട്ട് വരണമെങ്കിൽ വീണ്ടും ഒരു ദിവസം എടുക്കും. അപ്പോൾ 2 ദിവസം മൊത്തത്തിൽ പോകുന്നത്. അപ്പോൾ ഹാങ് ഓവർ മാറാനും ചിലവർ വീണ്ടും ഈ ഡ്രിങ്ക്സ് കുടിക്കും. അതൊന്നും എനിക്ക് അറിഞ്ഞൂടെ എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സൊക്കെ വർക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഓർത്തേ, വേണ്ട മസിൽസിന് റിക്കവറിയും കിട്ടിയില്ല, വേണ്ട ഉറക്കവും കിട്ടിയില്ല എന്ന് വെച്ചാൽ നിങ്ങൾ ഭയങ്കര ഹാർഡായിട്ട് വർക്കൗട്ടും ചെയ്യും. അങ്ങനെ പിറ്റേ ദിവസം ഈ ഹാങ് ഓവറുമായിട്ട് എഴുന്നേൽക്കുന്ന അവസ്ഥയെന്ന് ഓർത്തേ, ആ അവസ്ഥയിൽ നിങ്ങളുടെ മസിൽസിന് എന്തായിരിക്കും തോന്നുന്നത്? മസിൽസിൻ്റെ ഒരു അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം അടിക്കില്ല. ആ ദിവസം നിങ്ങൾക്ക് വല്ല പ്ലാൻസ് ഉണ്ടെങ്കിൽ വെള്ളം അടിക്കാൻ ഞാൻ എത്തിയാണ്, വെള്ളം അടിക്കാൻ പറയത്തില്ല. വെള്ളം അടിക്കാൻ അങ്ങനെ വല്ല പ്ലാൻ ഉണ്ടെങ്കിൽ ഒരിക്കലും ആ ദിവസം വർക്കൗട്ട് ചെയ്യും. അപ്പോൾ അത്രയുള്ള ഗായ്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.